ഹലോ ഗായ്സ്, ഗുഡ് ഈവനിങ്. ഇന്ന് നമുക്ക് അരിയുണ്ട ഉണ്ടാക്കിയാലോ? അതിന് കുറച്ച് അരി എടുക്കുക. അരി എടുത്തതിന് ശേഷം ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ആ അരി ഇട്ട് കൊടുക്കുക. അരി നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ചുവപ്പ് കളറാവുന്നത് വരെ ഇളക്കി കൊടുക്കുക. നമുക്ക് ചുവപ്പ് കളറായിട്ട് ഇങ്ങനെയായി കിട്ടും. പൊരിഞ്ഞ് വരുമ്പം നമ്മളതെടുത്തിട്ട് മാറ്റി വയ്ക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾക്ക് കുറച്ച് ശർക്കരപ്പാനിയാണ് വേണ്ടത്. അതിന് നമുക്ക് കുറച്ച് ശർക്കര അണികളെടുത്തിട്ട് അത് പാനിയാക്കിയിട്ട് റെഡിയാക്കി വയ്ക്കുക. ഓക്കെ, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? നമുക്ക് ഇങ്ങനെ തിളച്ച് വരുമ്പം അത് റെഡിയാവും. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളാണ് അതിലേക്ക് നാളികേരം എടുത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ അരി എടുത്തത് അത് മിക്സിയിലിട്ട് പൊടിക്കുക. നന്നായിട്ട് നമ്മൾ പൊടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൗരിക്കുട്ടിക്ക് ഒരാഗ്രഹം, മിക്സി ഞാൻ ചെയ്യട്ടെ എന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നെയ്യ് നമ്മളെ ചൂടായ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് അലിയാൻ നിൽക്കുക. അതൊന്ന് അലിഞ്ഞ് വരുമ്പം അതിലേക്ക് നമ്മുടെ നാളികേരം എടുത്ത് വെച്ചത് നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ എടുത്ത് വെച്ചിരുന്ന ശർക്കരപ്പാനിയും അതേപോലെ നമ്മുടെ പൊടിച്ച് വെച്ച അരിയും കൂടി നമ്മൾ ഈ ഒരു മിക്സിങ്ങിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാകത്തിൽ കിട്ടും. ഈ ഒരു പാകത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ കാണുമ്പം തന്നെ ഒരു നല്ല ഭംഗിയാണ്, നല്ല സ്മെല്ലൊക്കെ വരും. അതേപോലെ ആ ഒരു ഇതിൽ നമ്മൾ ചൂടാറാൻ വയ്ക്കുക. പാത്രത്തിൽ ചൂടാറാൻ വെച്ചതിന് ശേഷം നമ്മൾ എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. ഓക്കെ, നമ്മൾ അരിയുണ്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുട്ടികൾക്ക് കൊണ്ട് കൊടുത്ത് നോക്കാം. എന്തായാലും അവരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്കറിയണ്ടേ? പോയി നോക്കാം അല്ലേ? ഓക്കെ, രണ്ടാളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗൗരിക്കുട്ടി നോക്കുന്നുണ്ട്. ഗൗരിക്കുട്ടിയാണ് ആദ്യം എടുത്തത്, പിന്നെ ലച്ചു എടുത്തു. കഴിച്ചിട്ട് അഭിപ്രായം പറയും. എന്തായാലും സൂപ്പറാണെന്നാണ് പറയുന്നത്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും ഈവനിങ്ങിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, ബൈ, പിന്നെ കാണാം.